നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കാവ്യക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ എന്തെങ്കിലും ഉണ്ടോ ഇവന്റെ മണ്ടടിച്ച് പൊളിക്കാൻ എന്ന പോലെ ചുറ്റും നോക്കി. കിരൺ ചൂണ്ടുവിരൽ എനിക്ക് വേണ്ട വേണ്ട എന്ന ഭാഗത്തിൽ ഓടാൻ തയ്യാറായി നിന്നു. കാവ്യയുടെ ഭാഗത്തുനിന്ന് എന്തോ ഗുരുതര വീഴ്ച ഉണ്ടായ പോലെ തോന്നിയ നീലാംബരി മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആവാനൊരു ശ്രമം നടത്തി. പതിയെ പതിയെ അവൾ കോഫി ബാർ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. പുറകിൽ അവർ വരുന്നുണ്ടോ എന്ന് നോക്കി. ഓടി വന്ന നീലാംബരി എന്തിലോ ശക്തമായി ഇടിച്ചു നിന്നു. മത്തു പിടിപ്പിക്കുന്ന ആ ഒരു മണം മാത്രം മതിയായിരുന്നു അതാരാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ. ആ ഒരു നിമിഷം അനങ്ങാൻ കഴിയാതെ അവൾ അങ്ങനെ തന്നെ നിന്നുപോയി. ക്യാബിന്റെ അടുത്തേക്ക് ഓടി വരുന്ന നീലാംബരിയെ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന ജാൻ കണ്ടിരുന്നു. സ്റ്റാഫുകളെല്ലാം പോയ ശേഷം ആരെ കണ്ടാണ് അവൾ ഇങ്ങനെ പുറകിലേക്ക് നോക്കി ഓടി വരുന്നത് അറിയാൻ വേണ്ടി അവൻ മനഃപൂർവ്വം അവിടെ നിന്നതാണ്. അവൾ ദേഹത്ത് വന്ന് ഇടിച്ച നിമിഷം അവളുടെ ഇടുപ്പിലൂടെ ഒന്ന് ചുറ്റിപ്പിടിച്ച് ദേഹത്തോട് ചേർത്ത് നിർത്തി അവൻ. തന്റെ ദേഹത്തോട് ഒട്ടി നിൽക്കുന്നവൾ അറിഞ്ഞിട്ടും അവനിൽ ആ നിമിഷം വല്ലാത്തൊരു ഉത്കണ്ഠയായിരുന്നു. മുഖമുയർത്താതെ തന്നെ നെഞ്ചിൽ നോക്കി നിൽക്കുന്നവൾ അവനെ നോക്കി നിന്നു. ആർ യു സ്കേർഡ്? ആ ചോദ്യം കേട്ടാണ് അവൾ മുഖമുയർത്തി അവനെ നോക്കിയത്. ജാന്റെ മുഖത്ത് വല്ലാത്ത ഗൗരവഭാവമായിരുന്നു. അപ്പോൾ അവൾ ഓടി വന്ന വഴിയെയും അവളെയും അവൻ മാറി മാറി നോക്കി. ഇല്ല. അത് കിരണേട്ടനും. അവൻ ബാക്കി കേൾക്കാനെന്നോണം തലയാട്ടിക്കൊണ്ടൊന്ന് മൂളി. കിരണേട്ടനും കാവ്യയും തമ്മില് അടി കൂടുന്നു. കീഴ്ചുണ്ട നനച്ച് ചുണ്ടിന്റെ ഇടത്തെ അറ്റം ഒന്ന് കടിച്ച് അല്പം ഗൗരവഭാവത്തിൽ തന്നെ അടഞ്ഞിറങ്ങുന്ന കോഫി ബാറിന്റെ ഡോറിലേക്ക് നോക്കി അവൻ. എന്തിനെന്നറിയാ തന്റെ ഉള്ളിൽ പെട്ടെന്നുണ്ടായ ആകുലത കണ്ണുകൾ അടച്ചൊന്ന് പുറത്തേക്ക് ഊതിക്കളയുമ്പോൾ ആശ്വാസം അവളുടെ മുഖത്തേക്കാണ് വന്ന് പതിച്ചത്. അപ്പോഴേക്കും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് അവൾ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ഈ നിമിഷങ്ങളിലൊക്കെയും മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ ജാനെ നോക്കി കാണുകയായിരുന്നു നീലാംബരി. അവൾ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി മതിമറന്ന് നിന്നുപോയി. ഒലാത്ത കണ്ണുകളാണ്, കറുപ്പും ചാരനിറവും കൂടിക്കലർന്ന വെള്ളാരം കണ്ണുകൾ. മുടിയാകെ കോതി ഒതുക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ച് മുടികൾ അനുസരണയില്ലാതെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. ഷേപ്പ് ചെയ്യാതെ ട്രിം ചെയ്ത താടിരോമങ്ങൾ, ചിലതിനൊക്കെ ചെറിയ ചെമ്പൻ നിറങ്ങളാണ്. ചുവന്ന് തുടുത്ത ചുണ്ടുകൾ. അവൾ അല്പം കൂടി താഴേക്ക് നോക്കി. ഷർട്ടിന്റെ കോളറിന് തൊട്ടുമുകളിൽ കഴുത്തിന്റെ സൈഡിലെ ടാറ്റൂവിൽ അവളെ നോക്കി. അവൾ അതൊന്ന് വായിക്കാൻ ശ്രമിച്ചു. JAY. അതുമാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഷർട്ടിന് താഴേക്കാണ്. ചിലപ്പോൾ ഫുൾ നെയിം ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. ആ നിമിഷം ഒരിക്കൽ കൂടി അവളുടെ കണ്ണുകൾ മുകളിലേക്ക് സഞ്ചരിച്ചു. അവന്റെ ആ കണ്ണുകൾ, ആ വെള്ളാരം കണ്ണുകളൊന്ന് കാണാനെന്ന വണ്ണം. മുഖമുയർത്തി കണ്ണുകൾ മാത്രം ചലിപ്പിച്ച് അവന്റെ കഴുത്തിൽ നിന്നും മെല്ലെ താടിയിലേക്കും അവിടെ നിന്ന് ചുണ്ടിലും മീശയിലും പിന്നെ മൂക്കിലൂടെ മുകളിലേക്ക് നെറ്റിയിലും. നെറ്റി ചുളിഞ്ഞിരിക്കുന്നു. അവൾ അതുപോലെ നെറ്റി ചുളിപ്പിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നിമിഷം ശ്വാസം വല്ലാതെ മുകളിലേക്ക് എടുത്ത് അവളൊന്ന് ഏങ്ങിപ്പോയി. കൊത്തി വലിക്കുന്ന അവന്റെ നോട്ടം തന്റെ കണ്ണുകളിലേക്ക് കുത്തി ഇറങ്ങുന്ന പോലെ, കണ്ണിലൂടെ തന്നെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്ന പോലെ. ഏതാനും ചൂടുകൾ പുറകിലേക്ക് വേച്ചുപോയി അവൾ. എപ്പോഴും അവളുടെ ഇടുപ്പിൽ നിന്നും പിടിവിട്ട് ഇരു കൈകളും പാന്റിന്റെ പോക്കറ്റിലിട്ട് തെല്ലൊരു ഗൗരവത്തിൽ തന്റെ ദേഹത്ത് ചേർന്ന് നിൽക്കുന്നവളുടെ കണ്ണുകളെയും അവൾ തന്നെ നോക്കുന്ന നോട്ടവുമെല്ലാം നോക്കി നിൽക്കുകയായിരുന്നവൻ. വല്ലാത്തൊരു ജാളിത തോന്നി നീലാംബരിക്ക്. അയ്യേ, നാണില്ലല്ലോ, വീണ്ടും പോയി ഒട്ടി നിന്നിരിക്കുന്നു. ചത്താ മതി ദൈവമേ. നീലാംബരി മനസ്സിലോർത്തു. വല്ലാത്ത നിസ്സഹായ ഭാവത്തിൽ അവൾ നിലത്തേക്ക് നോക്കി നിന്നു. ഡോർ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൾ ഓടിപ്പോയി ക്യാബിൻ ഡെസ്കിൽ തലയായിച്ചിരുന്നു. ഇതേ സമയം കാവ്യ കിരണിനിട്ട് അവിടമാകെ ഓടിക്കുകയായിരുന്നു. അത്രയ്ക്ക് നല്ല പ്രകടനമാണല്ലോ കിരൺ തൊട്ടുമുന്നേ കാഴ്ചവെച്ച്. അഭിനയസിംഹം ദേഷ്യത്തിന്റെ മൂർധന്യാവസ്ഥ അഭിനയിച്ചു ചേർത്തപ്പോൾ കാവ്യ ഒരിക്കൽ കൂടി ആ അഭിനയത്തിൽ വീണുപോയി. ഓടി ഓടി കിരൺ മിനി കിച്ചൺ ഡോറൊന്ന് അകത്ത് കയറി. പക്ഷെ ഓടിക്കയറുന്നത് അബദ്ധമായി പോയെന്ന് ആ നിമിഷമാണ് അവന് മനസ്സിലായത്. ആയുധങ്ങൾ കൊണ്ട് സജ്ജമായ യുദ്ധഭൂമി, കത്തിക്ക് കത്തി, തവിക്ക് തവി, ഫ്രൈ പാൻ, ചായപാത്രം, പിടിയുള്ളത് പിടിയില്ലാത്തത്. ആഹാ, അന്തസ്. വന്ന സ്പീഡിൽ തിരികെ ഇറങ്ങാൻ നോക്കിയപ്പോഴേക്കും കാവ്യ അകത്തേറി കഴിഞ്ഞിരുന്നു. കാവ്യ, ഒന്നും ചെയ്ത് പ്ലീസ്, നമുക്ക് തൽക്കാലം ഇരുന്ന് സംസാരിക്കാം. ഇരു കൈകളും ഉയർത്തി അവൻ പറയുന്നത് തടഞ്ഞു അവൾ. രണ്ടുപേരും വല്ലാക്കി എതക്കുന്നുണ്ടായിരുന്നു. നീ എൻ്റെ ഹോസ്റ്റലിൽ വന്ന് സീനാക്കി. ഞാൻ ഇനി ഏത് മുഖം വെച്ച് അവിടെ പോവും? അതിനെന്താ, നിന്റെ ഈ മരമോന്നുകൊണ്ട് കാണിക്ക്. അയ്യോ സോറി, നിന്റെ ഈ ബ്യൂട്ടിഫുൾ മുഖം കാട്ടി ചിരിച്ചാൽ വാർഡൻ ഫ്ലാറ്റ് ആവും. ട്രസ്റ്റ് മീ. നിന്നെ ഞാൻ ഇനിയും ട്രസ്റ്റ് ചെയ്യണം അല്ലേ? അതും പറഞ്ഞൊരു പുൾ ഔട്ട് റാക്ക് തുറന്ന് അതിൽ നിന്നൊരു വുഡൻ തവി കയ്യിലെടുത്ത് കിരണിന് നേരെ നടന്നിരുന്നവൾ. ഒരു പിടിവലിക്ക് ശേഷം കിരൺ അവിടെ ഇരു കൈകൾ അവിടെ തന്നെ പുറകിൽ ലോക്ക് ചെയ്തുകൊണ്ട് കിച്ചണിലുള്ള ഫ്രിഡ്ജിന്റെ സൈഡിലേക്ക് ചേർത്ത് നിർത്തി. കാവ്യ നല്ലപോലെ കിതക്കുന്നുണ്ടായിരുന്നു. അവൻ കുറുമ്പോടെ അവളെ നോക്കി. എന്നാ അടിക്കേണ്ടത് നിനക്ക്? ഇനി അടിക്കടി. അവളുടെ കയ്യിലെ പിടി അവൻ ഒരിക്കൽ കൂടി മുറുക്കി. കിരൺ, കളിക്കല്ലേ, കൈ വേദനിക്കുന്നു, വിടില്ല. നീ എന്ത് ചെയ്യും? കൊല്ലും. കിരൺ, നീ ഇത് എന്ത് പണിയെ കാണിച്ചെന്ന് അറിയോ നിനക്ക്? എന്ത് പണി?
ഹോസ്റ്റലിൽ വാർഡ് നല്ല ദേഷ്യത്തിലാ. കിരൺ അറിയില്ല അവര്, ഭയങ്കര സ്ട്രിക്റ്റ് അവര്. ഉറപ്പായിട്ട് അവരെന്നെ പുറത്താക്കും. അങ്ങനെ വല്ലതുണ്ടായി ഞാൻ പെട്ടിയും കിടക്കെടുത്ത് നിന്റെ വീട്ടിലേക്ക് വരും, നോയിക്കോ. ദേഷ്യത്തോടെ കിതച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീ വന്നോടി, നിന്നെ ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറി താമസിപ്പിക്കും. കിരൺ ചുമ്മാ കളിക്കില്ലേ, എൻ്റെ കൈ വേദനിക്കുന്നു, വിട്. വീടില്ല, നീ എന്നെ ഇവിടെ മൊത്തമായിട്ട് ഓടിച്ചതിന് ശിക്ഷ വാങ്ങിയിട്ട് പോയാൽ മതി. ഞാൻ വിളിച്ചിട്ട് പോലും നീ ഫോൺ എടുത്തില്ല, അതിനുള്ള ശിക്ഷ വേറെ തരും. ഞാൻ ഓടിച്ച് നീ ഹോസ്റ്റലിൽ കയറി വന്നുള്ള ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി. ഇപ്പൊ ടാലിയായില്ലേ? ഇല്ലല്ലോ, അപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തുള്ള നിന്റെ അപ്പം വന്ന് തരുമോ? അതും വാങ്ങിയിട്ട് നീ പോയാൽ മതി. ഫോൺ കംപ്ലൈന്റ് ആക്കിയാണ് സത്യം. ഇതിപ്പോ വാദി പ്രതിയായല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, നിനക്കുള്ളത് ഇപ്പൊ തരും, മറ്റവൾക്ക് പുറത്തിറങ്ങിയിട്ട്. എന്ത് തരുമെന്ന്? അവളുടെ കണ്ണു മിഴിഞ്ഞു. പണിഷ്മെന്റ് തരട്ടെ? അവൻ ആർദ്രമായി ചോദിച്ചു. എന്ത് പണിഷ്മെന്റ്? അവൻ ചോദിച്ചു. അവളൊന്ന് കുതിരി നോക്കി. കിരൺ, വീട് ഇവിടെയൊക്കെ ക്യാമറ ഉള്ളതാ? അവൻ പെട്ടെന്ന് തിരിഞ്ഞ അവളെ ഫ്രിഡ്ജിന്റെ മറയുള്ള ഭിത്തിയോട് ചേർത്ത് നിർത്തി. ഇപ്പോഴും ഇനി ക്യാമറ കാണില്ല. തരട്ടെ പണിഷ്മെന്റ്? കിരൺ, നീ എന്തേ ചെയ്യുന്നേ? പറഞ്ഞു തീരും മുന്നേ അവൻ അവളുടെ ദേഹത്തേക്ക് അമർന്നു. ശ്വാസം വിടാൻ മറന്ന് അവൾ തറഞ്ഞു നിന്നുപോയി. പെട്ടെന്നാണ് കിച്ചൺ ഡോർ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടത്. കാവ്യ ശക്തിയിൽ കിരണിനെ തള്ളി മാറ്റി. നീലാംബരിയാണ്. കൊന്നോ? ആ ചത്തില്ലേ? നീലാംബരി ഇരുവരെയും കളിയാക്കി. കാവ്യം കിരണൊന്ന് മുഖത്തോട് മുഖം നോക്കി. ഇടുപ്പിൽ കൈകുത്തി അങ്ങനെ നിന്ന് ചിരിക്കുകയാണ് നീലാംബരി. കാവ്യ, പിടിക്കാവളെ, ഇവൾക്കുള്ള കൊടുക്കേണ്ടത് നമുക്ക്. കിരൺ പറയേണ്ട താമസം കാവ്യം മുന്നോട്ടേക്ക് ആഞ്ഞു. രണ്ടുപേരും കൂടി നീലാംബരിയെ പിടിക്കാനായി ഓടി. നീലാംബരി നേരെ കോഫി ബാറിലേക്ക് ഇറങ്ങി. അവിടുന്ന് ഓഫീസിൽ കിടന്ന് ഓടി. പുറകെ കാവ്യയും കിരണും. മൂവരുടെയും കളിച്ചിരികൾ അവിടെ ആകെ നിറഞ്ഞു നിന്നു. കടുത്ത പനിയാണ് തുളസിക്ക്. തുളസിയുടെ പനി പോലെ തന്നെ അതിന്റെ കാരണവും ഇതിനോടകം തറവാട്ടിലെല്ലാവരിലും പടർന്നു പിടിച്ചു. വല്ലാത്ത ആവലാതിയാണ് എല്ലാവരിലും. ശശിധരനും ഭാർഗവും നായരും മൗനം പൂണ്ട് ഉമ്മറത്തിരിപ്പുണ്ട്. ഇതിപ്പോൾ പലതവണയായിട്ടാണ് അർദ്ധരാത്രി തുളസി ഒരു സ്ത്രീയെ നേരിൽ കണ്ടു എന്ന് പറയുന്നു. ധരിച്ചിരിക്കുന്ന ഏലസിന്റെ ബലം കൊണ്ട് മാത്രം തുളസി രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പണ്ടുകാലത്ത് എന്നോ സരോജിനി അന്തർജനത്തിന്റെ അമ്മ പറഞ്ഞ കഥകളിൽ ചാരുമതി എന്നൊരു കഥാപാത്രത്തെ തറവാട്ടിലെല്ലാവർക്കും പരിചിതമാണ്. തറവാട്ടിൽ പണ്ടെപ്പോഴും ഉണ്ടായിരുന്ന അതിസുന്ദരിയായ ഒരു വാരിക്കാരി. വെറും ഒരു വാരിക്കാരി മാത്രമായിരുന്നില്ല ചാരുമതി. ഇല്ലത്തെ തമ്പുരാക്കന്മാരിൽ ആർക്കോ വാരിക്കാരിയുടെ ഉദരത്തിൽ ജന്മം കൊണ്ട തമ്പുരാട്ടിക്കുട്ടി എന്ന് വേണം പറയാൻ. കഥ ആവർത്തിക്കപ്പെട്ടതുപോലെ ഏതോ ഇളമുറക്കാരൻ തമ്പുരാന്റെ കാമത്തിനിരയായി ഗർഭം ധരിക്കേണ്ടി വന്നവളെ അതിക്രൂരമായി കൊന്നു കളഞ്ഞുവെന്നും പിന്നീട് അങ്ങോട്ട് രക്തരക്ഷസായി ചാരുമതി എന്ന ചാരുവിന്റെ ആത്മാവ് തറവാട്ടിൽ സ്വൈരവിഹാരം നടത്തിയെന്നുമാണ് കഥയുടെ പോക്ക്. അതിൽ പിന്നീട് അങ്ങോട്ട് മേലാറ്റൂരില്ലാത്ത ദുർമരണങ്ങളുണ്ടായി. ഇപ്പോൾ പൂജ ചെയ്യാറുള്ള വലിയ നമ്പൂതിരിയുടെ പൂർവ്വീകരിൽ ആരോ ആ രക്തരക്ഷസിനെ ഇല്ലത്തിനകത്ത് ഏതോ ഒരു മുറിയിൽ തളച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഈ തറവാട്ടിൽ താമസിക്കുന്നവരാരും മന്ത്രച്ചരടുകൾ കൊണ്ട് ബന്ധിച്ച അത്തരം മുറികളുടെ അടുക്കൽ പോയിട്ട് കൂടിയില്ല. ഓരോ മുറിക്കും കാണും ഓരോ കഥകൾ. ആ മുറിക്കുള്ളിൽ ഇരുട്ടിലെവിടെയോ ഇരുന്ന് തേങ്ങുന്ന ദുർമരണപ്പെട്ട ആത്മാക്കൾ വർഷങ്ങളായി തളക്കപ്പെട്ടവരാവാം. തുളസി. ഭദ്ര ചൂടുകഞ്ഞിയുമായി അവർക്കരികിലേക്ക് ഇരുന്നു. തുളസി, ഇത് കുടിക്ക്. തുളസി പണിപ്പെട്ട് കട്ടിലേക്ക് ചാരിയിരുന്നു. ഭദ്രയുടെ കയ്യിൽ നിന്ന് കഞ്ഞിപ്പാത്രം വാങ്ങി അതിൽ നിന്ന് ചൂടുകഞ്ഞി ഊതി ഊതി കുടിച്ച തുളസി. ഭദ്രക്കുഞ്ഞെ, നിലക്കൊച്ചു പോയപ്പോൾ ഇതേപ്പറ്റി വല്ലതും ചോദിച്ചായിരുന്നോ? ഇല്ല, അവൾക്ക് എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു. പാവം, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ടേ പോവായിരുന്നുള്ളൂ എൻ്റെ കുട്ടി. എനിക്ക് നല്ല പേടിയുണ്ട് കുഞ്ഞെ. എൻ്റെ അടുത്ത് മാത്രം വന്ന് എന്നെ മാത്രം ഇങ്ങനെ പേടിപ്പിക്കാൻ ഞാൻ അതിനോട് എന്ത് തെറ്റാ ചെയ്ത്? തുളസി, ഇനി തുളസി വല്ല സ്വപ്നം കണ്ടതാണോ? ഒന്ന് ഓർത്തു നോക്കിയേ. എന്താ കുഞ്ഞെ ഈ പറയുന്ന സ്വപ്നോ? എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. നമ്മുടെ നിലമോളുടെ ഒരു ചായ ഉണ്ട് ആ പെണ്ണിനും. ഭദ്രയൊന്ന് ഞെട്ടി. പണ്ട് ഞാൻ ആദ്യമായിട്ട് ആ രൂപം കാണുമ്പോൾ നിലമോള് കൊച്ചുകുട്ടിയാ. അന്ന് വൈകിട്ട് അടുക്കളയിൽ നിന്നപ്പോൾ കഴുത്തിലുണ്ടായിരുന്ന ഏലസ് കിട്ടിയ ചരട് പൊട്ടിപ്പോയി. ഞാനത് ഊരി അടുക്കളയിലെ ഒരു ഭരണിയിലിട്ട് വെച്ച് പിന്നീട് എടുത്ത് ധരിക്കാനും മറന്നു. അന്ന് രാത്രി ഓർക്കാൻ കൂടി വയ്യ കുഞ്ഞെ. ദേ, എൻ്റെ ഈ കാലിൽ തണുത്ത് മരവിച്ച് എന്തോ തൊട്ട് പോലൊരു തോന്നലുണ്ടായി. ഇഴജന്തുക്കൾ വല്ലാവെന്ന് കരുതി പേടിച്ചു നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ അടുത്ത് കട്ടിൽ വന്ന് നിൽക്കുക ചാരു. അന്ന് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ അലറിയത്. കുഞ്ഞിനെ ഓർമ്മയില്ലേ ആ ദിവസം? കുഞ്ഞും കുഞ്ഞിൻ്റെ അച്ഛനും കൂടി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഭദ്ര ഒന്നും മിണ്ടിയില്ല. ഒരു ദീർഘശ്വാസം എടുത്തു. അച്ഛാ, ഇതിപ്പോ എന്ത് പിഴവ് സംഭവിച്ചിട്ടാ തറവാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എല്ലാ കൊല്ലവും വലിയ നമ്പൂതിരിയുടെ തലമുറക്കാരാണല്ലോ ഇവിടെ പൂജകളൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ വല്ല പിഴവും പറ്റിക്കാണോ ആവോ? ശശിധരൻ നായർ ഭാർഗവൻ നായരോടായി ചോദിച്ചു. ഭാർഗവൻ നായരൊന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. ശശിധര, അങ്ങനെ വരാൻ വഴിയില്ലാലോ. നീ പറഞ്ഞ പോലെ പിഴവ് സംഭവിച്ചാണെങ്കിൽ നിത്യേന അനർത്ഥങ്ങൾ സംഭവിക്കായിരുന്നു. 4 കെട്ടിന്റെ അടുത്തുള്ള ആ വാതിൽ തുറക്കാത്തിടത്തോളം ഒന്നും സംഭവിക്കില്ല.
അല്ലെങ്കിൽ അതാരോ തുറന്നിട്ടുണ്ടാവും. അങ്ങനെ വേണം കരുതാൻ. വല്ലാത്ത ഭാഗത്തിൽ വിദൂരതയിലേക്ക് നോക്കിയ ഭാർഗവൻ നായർ അത് പറയുമ്പോൾ ശശിധരൻ നായർ സംശയത്തോടെയും അതിലുപരി ഉത്കണ്ഠയോടെയും ചോദിച്ചു, അത് പിന്നെ ആരും ഓർക്കാനാ? അത്രക്ക് ധൈര്യമുള്ള ആരാ ഈ തറവാട്ടിലുള്ളത്? ഇനി മുകുന്ദനോ മറ്റോ? ഭാർഗവൻ നായർ തന്നെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു. അച്ഛാ, വെറുതെ എല്ലാം അവന്റെ തലയിലേക്ക് വെക്കണ്ട. സംഭാവന ഇതിലൊന്നും വലിയ വിശ്വാസമില്ല, ശരി തന്നെയാ. പക്ഷേ കൽപ്പനയെ എന്നെ എതിർത്ത് അവനൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ തന്നെ പട്ടാപകൽ എല്ലാവരെയും കണ്ണുവിട്ടിച്ച് അതിനകത്ത് കയറാൻ അവനെങ്ങനെ സാധിക്കുന്ന? പിന്നെ രാത്രി ഒരന്തി പോലും അവനെവിടെ നിർത്താൻ കൽപ്പന സമ്മതിച്ചിട്ടില്ല. അന്നേ ഞാൻ പറഞ്ഞ എല്ലാം ഇടിച്ചു പൊളിച്ച് ആർക്കെങ്കിലും കൊടുത്ത് തോലക്കാൻ. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതാ. ധൈര്യമുള്ളത് ആർക്കാ നീ ചോദിച്ചില്ലേ? ആ വാതിൽ തുറക്കാൻ മാത്രം ധൈര്യം അവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് തറവാട് പൊളിച്ചു വിറ്റാ ഇവിടെയുള്ളവർ എങ്ങോട്ട് പോകുന്ന നീ പറയുന്നത്? എൻ്റെ കാലം വരെ ഈ തറവാട് ഇങ്ങനെ തന്നെ വേണം പറഞ്ഞുകൊണ്ട് ഭാർഗവൻ നായർ ചാരുകസയിൽ ഇരുന്നു. ആ വാതിൽ തുറന്നുകൊണ്ട് മാത്രമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ വാതിലിനുള്ളിൽ ഏറെ ദൂരം നടന്ന ഇതുപോലെ അടഞ്ഞുകിടക്കുന്ന ഒരുപാട് മുറികൾ വേറെയുണ്ട്. അതിലൊക്കെ ഈ രക്ഷകൾ കെട്ടി ബന്ധിച്ച വാതിലുകളാണുള്ളത്. ആ തുളസി സ്വപ്നം കണ്ട് വിച്ചിമ്പയും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ശശിധരൻ പറയുമ്പോഴേക്കും സരോജിനി തപ്പിത്തടഞ്ഞ് അവിടേക്ക് വന്നു. തുളസി എന്തോ കണ്ട് പേടിച്ച കാര്യം രാവിലെ തന്നെ കൽപ്പന സരോജിനിയുടെ ചെവിയിൽ എത്തിച്ചിരുന്നു. അത് ചാരുമതി തന്നെയാണെന്ന് സരോജിനി ഉറപ്പിച്ച് പറഞ്ഞു. ശശിധര, സരോജിനി നീട്ടി വിളിച്ചു. നീ പോയി അടുത്ത പൂജക്കുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കണം. ഉടനെ തന്നെ വേണോട്ടോ. അടുത്ത പൂജക്കുള്ള സമയമായിട്ടുണ്ട്. മന്ത്രിച്ച രക്ഷകൾക്കൊക്കെ ശക്തി കുറഞ്ഞിരിക്കണമെന്നാ തോന്നണേ. ഭദ്രേ, ഭദ്രേ! അത്രയും പറഞ്ഞ് വിറയലോട് അവർ ഭദ്രയെ വിളിച്ചു. ഭദ്ര ഉമ്മർത്ത് നിശബ്ദം വന്ന് നിന്നു. ഭദ്ര, നീലാംബരി എവിടെ? കുട്ടിയെ വിളിക്കൂ. അവള് ജോലി സ്ഥലത്ത് പോയല്ലോ. അമ്മയോട് പറഞ്ഞിട്ടാണല്ലോ കുട്ടി പോയത്, ഓർക്കണില്ലേ? തെല്ലൊരു അതിശയത്തിലാണ് ഭദ്ര അത് പറഞ്ഞ്. പോവിയേ, തറവാട്ടിൽ ഇത്രയും അനർത്ഥം നടന്നിട്ട് നീ ഈ കുട്ടിയെ പോവാൻ അനുവദിച്ചോ? അവളിതൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ. തുളസി സ്വപ്നം കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഭദ്ര അല്പം മടിയോടെയാണെങ്കിലും അവർക്ക് തോന്നിയത് അവിടെ പറഞ്ഞു. നീ ഇതെന്താ അറിഞ്ഞിട്ടാ ഭദ്രേ? നിനക്കും കുറെയൊക്കെ അറിയാവുന്നല്ലേ. ഒരു കാര്യം അതിനറിയിക്കില്ല നീ. നീലാംബരി ഈ തറവാട്ടിൽ ജീവിക്കേണ്ട കുട്ടിയാ, അത് മറക്കണ്ട. അടുത്ത ആഴ്ച പൂജ തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാവണം അവള്. എല്ലാവരുടെയും ഏലസ് ഒരിക്കൽ കൂടി മന്ത്രിച്ച് നിറക്കണം. അത് കഴിഞ്ഞ ഉടൻ ശശിധരൻ പറഞ്ഞ പോലെ കുട്ടികളുടെ നിശ്ചയം അങ്ങ് നടത്താം. അത് കേട്ടതും ശശിധരന്റെ കണ്ണുകൾ തിളങ്ങി. താൻ നിറച്ചുവിട്ട വിഷം ഫലം കണ്ട പോലെ കൽപ്പനയും മറിഞ്ഞെന്ന് പുഞ്ചിരിച്ചു. ഭദ്രയ്ക്ക് തന്റെ അമ്മയോട് ദേഷ്യം തോന്നി. ആവശ്യതയും മറവിയൊക്കെ അമ്മയുടെ അഭിനയമാണെന്ന് പോലും ഭദ്രയ്ക്ക് തോന്നിപ്പോയി. ഉച്ചവരെ കൽപ്പനയുണ്ടായിരുന്ന തറവാട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഭയന്ന് നേരത്തെ തന്നെ സ്ഥലം വിട്ടു. അതിനുമുമ്പ് സ്വന്തം അഭിപ്രായം അമ്മയെ കൊണ്ട് പറയിപ്പിക്കാനും മറന്നില്ല അവർ. ഭദ്ര വല്ലാത്ത വിഷമത്തിലായി. തന്റെ മോൾക്ക് രക്ഷപ്പെടാനുള്ള വാതിലുകൾ അടയുകയാണ്. അല്ലെങ്കിൽ തന്നെ എന്ത് വാതിൽ? ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. തറവാട്ടിലുള്ളവരുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവളുടെ ജീവിതം പലപ്പോഴായി മാറി മറിയുമ്പോഴെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ തോന്നാറുണ്ട്. വിവാഹം എന്ന അവളുടെ വിധിയും ചിലപ്പോൾ മാറി മറിഞ്ഞാലോ എന്ന്. പക്ഷെ എല്ലാം അതിവേഗം നടക്കുന്ന പോലെ. ഒരു വർഷം പെട്ടെന്ന് കടന്നുപോയ പോലെ. തന്റെ മകൾക്ക് 23 തികയാൻ മാസങ്ങൾ മാത്രം ബാക്കി. തന്റെയും മകളുടെയും തീരുമാനത്തിന് എന്ത് വിലയാണ് ഇവിടെയുള്ളത്? ഒരു വേള തുളസിയോട് പോലും ഭദ്രയ്ക്ക് ദേഷ്യം തോന്നി. തന്റെ കുട്ടിക്കാലം മുതൽ തന്നെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളെല്ലാം കേട്ടിട്ടാവണം തറവാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലതും താനും വിശ്വസിച്ചു പോകുന്നു. ചിലപ്പോഴൊക്കെ ചില അമാവാസി ദിവസങ്ങളിൽ തറവാട്ടിന്റെ അകത്തളങ്ങളിൽ എവിടെ നിന്നോ കേൾക്കാറുള്ള വികൃതമായ അലർച്ച അത് ആരുടേതായിരിക്കാം. അപ്പോഴേക്കും കാഴ്ചയില്ലാത്ത തന്റെ അമ്മ ഭയന്ന് വിറക്കുന്നൊക്കെ താനും കണ്ടിട്ടുള്ളതാണ്. മുത്തശ്ശിയുടെ മരണശേഷം കഥകൾ കേൾക്കാതെയായി. തന്റെ ദുർവിധി നടന്നതിൽ പിന്നെ ഒന്നിനോട് താല്പര്യമോ ഭയമോ ഒന്നും തന്നെ ഇല്ലാണ്ടായി. അതിനുവേണ്ടി ഒരുവളുണ്ടല്ലോ, കുഞ്ഞു നീലാംബരി. കുഞ്ഞുനാൾ മുതൽ തന്റെ അമ്മയിൽ നിന്നും തുളസിയിൽ നിന്നൊക്കെ കഥകൾ കേൾക്കാൻ വന്നിരിക്കുന്ന കുഞ്ഞു നീലാംബരിയെ ഭദ്ര ഓർത്തു. വളർന്നു വന്നപ്പോഴും ഒരു മാറ്റവുമില്ല. എല്ലാം കേട്ട് ഭയന്ന് പറിച്ച് രാത്രി തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. പകൽ അതെല്ലാം മറന്ന് വീണ്ടും കഥകൾ കേൾക്കാനായി ഓടിപ്പോകുന്നു. കഥകൾക്ക് ഈ തറവാട്ടിൽ ക്ഷാമമില്ലല്ലോ. കീഴ്ജാതിക്കാരെ അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്ന തമ്പുരാക്കളിൽ നിന്നും തുടങ്ങി ഗന്ധർവശാപം ഏറ്റ ആത്മഹത്യ ചെയ്ത തമ്പുരാട്ടിമാരുടെ കഥകൾ വരെ. എന്തിന് ഈ ചാരുവിന്റെ കഥകൾ പോലും തന്റെ മകൾക്ക് മനഃപ്പാടമാണ്. വാർഡിന് മുമ്പിൽ തലയും താഴ്ത്തി നിന്ന് നീലാംബരിയും കാവ്യയും ഗേറ്റ് പൂട്ടാൻ നേരം ഓടിക്കതച്ചാണ് രണ്ടും എത്തിയത്. കിരൺ കാറിൽ കൊണ്ടാക്കാൻ എന്ന് പറഞ്ഞെങ്കിലും കാവ്യ സമ്മതിച്ചില്ല. ലേറ്റാവുള്ള കാരണവും കിരൺ തന്നെയാണ് ഓഫീസിൽ സംസാരിച്ചിരുന്നത്. 7:30 മണി കഴിഞ്ഞാണ് മൂന്നാളും പുറത്തിറങ്ങിയത്. എന്തുകൊണ്ട് ലേറ്റായെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്? എല്ലാ പ്രാവശ്യത്തെയും പോലെ ഓഫീസിൽ ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടെന്ന് കള്ളം പറയാൻ നോക്കണ്ട. നിങ്ങളുടെ പുതിയ ഓഫീസിൽ ജോലി ചെയ്യുന്ന പല കുട്ടികളും ഇവിടെ വേറെയുണ്ട്. കാവ്യ നിലയൊന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിന്നു. ഇന്നിവിടെ കാവ്യ കാണാമെന്ന ആരാണെന്നൊക്കെ എനിക്കറിയാം. അവരെ പോലെ വലിയ വലിയ ആൾക്കാരുടെ കൂടെയാണ് രണ്ടിനെയും കറക്കം. ഇനി അത് നിങ്ങളുടെ ബോസാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ നോക്കണ്ട. എനിക്ക് അതും അറിയാം. നിങ്ങളെപ്പോലെ തന്നെയാ ഇവിടെയുള്ള മറ്റുള്ള കുട്ടികളും.
അവരാരും കാണാൻ വേണ്ടി അവരുടെ ജോലി സ്ഥലത്തു നിന്നും എം ഡിമാരോ മറ്റു പുരുഷന്മാരും ഇവിടെ വരാറില്ല. നോക്ക്, ഇങ്ങനെ തോന്നിയാസം കാട്ടി നടന്നത് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ ഞാനാ നിന്റെയൊക്കെ വീട്ടുകാരും പോലീസിനോടൊക്കെ സമാധാനം പറയേണ്ടത്. എനിക്ക് നിങ്ങളിവിടെ തുടർന്ന് താമസിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഒരാഴ്ച സമയം ഞാൻ തരും. അതിനുള്ള മറ്റൊരു സ്ഥലം കണ്ടെത്തി പോവാം. മനസ്സിലായല്ലോ? അയ്യോ മാഡം, പെട്ടെന്ന് പോകാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോവാനാ? ഈ ഒരു തവണത്തേക്ക് പറ്റില്ല. എനിക്ക് മറ്റു കുട്ടികളുടെ സേഫ്റ്റി നോക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ നടക്കുന്നത് നിങ്ങളുടെ വീടല്ല. ഒരാഴ്ച സമയം അതിനെ അനുവദിച്ചു തന്നു. അതും വിവാഹം കഴിയാത്ത പെൺകുട്ടികളായതുകൊണ്ട് മാത്രം. ആകെ 3 മാസത്തെ എഞ്ഞല്ലേ ഉള്ള 2 വന്നിട്ട് ഈ ഹോസ്റ്റലിൽ എത്രയോ കുട്ടികൾ താമസിക്കുന്നുണ്ട്. മാനം മര്യാദക്ക് നിങ്ങൾക്ക് എന്താ രണ്ടിനും കൊമ്പുണ്ടോ? ബാക്കിയുള്ള കുട്ടികൾ കൂടെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങി നടന്നോളൂ വരുന്നു. അതിന് ഞങ്ങൾ എങ്ങനെ നടന്നെന്ന മേഡം ഈ പറയുന്നു. നീലാംബരിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീലാംബരി എന്നെ പൊട്ടിയാക്കാൻ നോക്കിയാണോ? ഇവിടെ വന്ന മിസ്റ്റർ കിരൺ ഇതിനു മുമ്പ് നിങ്ങൾ രണ്ടാളും ഈ ഹോസ്റ്റലിൽ രാത്രി കാറിക്കൊണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ശരിയല്ലേ? രണ്ടുപേരെയും മാറി മാറി നോക്കി അവർ ചോദിച്ചു. ആയിക്കോട്ടെ മാഡം, പക്ഷെ മാഡത്തിന്റെ പെർമിഷൻ ഇല്ലാതെ 8 മണിക്ക് ശേഷം ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുന്ന വരുന്നോ മാഡം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന കിരൺ ഞങ്ങളുടെ ഫ്രണ്ട് കൂടിയാ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി ഞങ്ങൾ വരുന്നത്. അതാ മാഡം കരുതുന്ന പോലെയില്ല. കാവ്യം വിട്ടുകൊടുത്തില്ല. ആദ്യം ഫ്രണ്ട് എന്നൊക്കെ തന്നെ എല്ലാവരും പറയുന്നത്, പിന്നീട് അത് മറ്റു പലതാവും. ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. അവസാനം വയറും വീർപ്പിച്ച് കയറി. മാഡം സൂക്ഷിച്ച് സംസാരിക്കണം. അത്രയും കൂടി കേട്ടപ്പോൾ നീലാംബരിക്ക് അവരുടെ കൺട്രോൾ പോയി. കുറച്ച് ബഹുമാനം തന്നെന്ന് കരുതി എന്തും പറയാനുള്ള ലൈസൻസ് ആയി കാണേണ്ടതിനെ. ഞങ്ങൾ സ്കൂൾ കുട്ടികളെന്നല്ല, പ്രായപൂർത്തിയായ പെൺകുട്ടികളാ. ഇവിടുത്തെ മതിലാടി രാത്രി പലരും സിനിമയ്ക്ക് പോകുന്ന മാഡം കണ്ടിട്ടില്ലേ? നിർമ്മല അല്പൊന്ന് പതറി. കുറെ വലിയ വീട്ടിലെ പെൺകുട്ടികൾ അത്തരം കലാപരിപാടികൾ സ്ഥിരമായി ചെയ്തു വരുന്ന കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കാറുണ്ട്. കാരണം ഹോസ്റ്റൽ ഫീസ് കൂടാതെ കൈമടക്ക് വേറെയും കിട്ടും. ഞങ്ങളും അതൊക്കെ കാണുന്നുണ്ട് മാഡം. നിങ്ങൾ തന്നെ ഗേറ്റ് തുറന്നു കൊടുത്താ ഇതേ ആവശ്യം പറഞ്ഞ് എല്ലാവരും വരും. അതുകൊണ്ട് ആരും അറിയാതെ മതിലിയാടെ അനുവാദം കൊടുത്തല്ലേ മാഡം? നീലാംബരിയെ ചോദിക്കുമ്പോൾ കാവ്യ ഇടയിൽ കയറി. അങ്ങനെയല്ല നില, അവർക്ക് രാത്രി ഗേറ്റ് തുറന്നു കൊടുത്താൽ മാഡം വലിയ സ്ട്രിക്റ്റ് ആണെന്നോ വലിയ സംഭവമാണെന്നോ ഉള്ള കാറ്റി പറഞ്ഞു പോയാലോ? ഇതൊക്കെ വീം പറഞ്ഞോണ്ടല്ലേ പാവപ്പെട്ട മറ്റു കുട്ടികളുടെ വീട്ടുകാരിൽ നിന്നും വിശ്വാസം നേടിയെടുക്കുന്നു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുന്ന ഹോസ്റ്റൽ ഫീ തന്ന പെൺകുട്ടികൾ വിശ്വസിച്ച് ഇവിടെ തന്നെ ചേർത്തിട്ട് അവർ പോകുന്നു. സ്റ്റോപ്പ് ഇറ്റ്! ഇപ്പോ ഈ നിമിഷം ഇവിടെ ഇറങ്ങാൻ രണ്ടും പറ്റില്ല. പെൺപിള്ളയുടെ സേഫ്റ്റിയെ കുറിച്ച് വാദോരാ സംസാരിക്കണ്ടായിരുന്നല്ലേ നിങ്ങൾ? ഇപ്പൊ ഈ രാത്രി ഞങ്ങൾ ഇറക്കി വിടുമ്പോൾ അത് ബാധകല്ലേ? എന്നാലും ഞങ്ങൾ ഇനി ഇവിടെ തുടരുന്നില്ല. കാരണം നിങ്ങളുടെ കള്ളത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ സേഫ് അല്ല എന്ന് കരുതി ഇപ്പൊ ഈ നിമിഷം ഇറങ്ങിപ്പോകുന്ന കരുതണ്ട നിങ്ങൾ. ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ ഇടയിൽ ശരിയാവുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. നീലാംബരി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇപ്പൊ തന്നെ നിന്റെയൊക്കെ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട് ഞാൻ. ഈ നിർമ്മല ആരാണെന്ന് നിനക്കൊക്കെ അറിയില്ല. നീയൊക്കെ ഇവിടുന്ന് പോയെന്നല്ല, നിന്റെയൊക്കെ വഴിവിട്ട സ്വഭാവം ഇറക്കി വിട്ടെന്ന് കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് നിർമ്മല ഫോൺ കയ്യിലെടുത്തു. അത് കേട്ട് നീലാംബരി ആകെ ഭയന്നു. അന്ന് ശശിധരനാണ് അവളെ ഹോസ്പിറ്റലാക്കിയിട്ട് പോയത്. അയാളുടെ നമ്പർ അവിടെ കൊടുക്കുകയും ചെയ്തിരുന്നു. അവളുടെ അവസ്ഥ കണ്ടതും കാവ്യക്ക് കാര്യം മനസ്സിലായി. അടുത്ത ബോംബ് പൊട്ടിക്കാനുള്ള സമയമായി എന്ന് അവൾ മനസ്സിലായി ഓർത്തു. ഓ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് കാര്യം അറിയിക്കണമല്ലോ. പിന്നെ എക്സ്ട്രാ എരിവും പുളിയും ചേർത്ത് പറയാനാണ് ഭാവെങ്കിൽ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ പലരോടും പറയേണ്ടി വരും. കാവ്യ ഇടുപ്പിൽ കൈകൂത്തിന്ന് വെല്ലുവിളിക്കും പോലെ പറഞ്ഞു. എന്ത് കാര്യങ്ങളും പറ. എന്ത് കാര്യങ്ങളാ നിനക്കൊക്കെ പലരോടും പറയാനുള്ളത്? അതിരിക്കട്ടെ, ആരെ ഈ പലര്? നിർമ്മല പുച്ഛത്തോടെ കാവ്യയെ നോക്കി. ആരോടാണ് പറയുന്നത് നിങ്ങൾ അറിയണ്ട. പക്ഷെ മാറ്റർ ഞാൻ പറയാം. വലിയ വീട്ടിലെ കൊച്ചന്മാരോട് പാതിരാത്രി മതിലാടുന്ന സമയം അവിടുന്ന് ഇങ്ങോട്ടും മതിലാടുന്ന ഒരാളെ ഞങ്ങൾക്ക് അറിയാം. ഈ ഓഫീസിനോട് ചേർന്നുള്ള ആ കാണുന്ന മുറി കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ആ മുറിയിൽ താമസിക്കുന്ന നിർമ്മല മാഡം തന്നെയാണല്ലോ അല്ലേ? മാഡത്തിന്റെ ഹസ്ബൻഡ് ദുബായിലാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ മതിലിയാടി വരുന്നവൻ ആരാ? നിർമ്മല ആകെ നിന്ന് വിയർക്കാൻ തുടങ്ങി. വല്ലാത്ത പരവേശത്തോടെയും വിക്കലോടെയും അവർ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. എന്നാൽ ഇവിടെ ഞാൻ ഇനി നിങ്ങൾ താമസിപ്പിക്കില്ല. ഒരാഴ്ച സമയം ഞാൻ തരും. എവിടാന്ന് വെച്ചാൽ പോയിക്കോണേ രണ്ടും. പിന്നെ നിന്നെയൊക്കെ ഭയന്നിട്ടൊന്നല്ല, 2 പെൺകുട്ടികളാണല്ലോ എന്നെങ്കിൽ ഞാൻ വേറെ നടപടിയൊന്നും എടുക്കുന്നില്ല. നിന്റെയൊക്കെ പൂർണ്ണ സമ്മതപ്രകാരം ഇവിടുന്ന് വേറെ താമസം മാറി പോകുന്നതെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടൊന്ന് പോയിക്കോ. അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്ന വീട്ടുകാരെ വിളിച്ച് ഞാൻ എന്ത് പറയാനാ? നീലാംബരിക്ക് ശരിയാണ് വന്ന്. തക്ക സമയത്തിന് ലാസ്റ്റ് ബോംബ് കൂടിയിട്ട് ജീവരക്ഷിച്ച കാവ്യെ അവൾ നന്ദിയോടെ നോക്കി. തന്റെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വലത് കൈവിരലുകളിൽ മുത്തം പകർത്തി കാവ്യക്ക് നേരെ എറിയുന്ന പോലെ കാണിച്ചവൾ. എന്നിട്ട് വാളിൽ നോക്കി പറഞ്ഞവൾ, മാഡം ഈ കാര്യം പുറത്തു പറയാതിരിക്കാൻ മാഡം ഞങ്ങളെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ താമസിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷെ വേണ്ട, ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവനും ആപത്താണ്. അതുകൊണ്ട് മാക്സിമം വേഗത്തിൽ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ നിന്ന് പോയി തരാം. പിന്നെ അതിനു മുമ്പ് മാഡം ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന വല്ലതും നടത്തിയ? തന്റെ മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് നില തുടർന്നു. ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്താക്കും. നിർമ്മല മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുള്ളിൽ സാരി തലപ്പുണ്ട് വേഗത്തിൽ തുടച്ചു മാറ്റി. നീലാംബരിയും കാവ്യയും വേഗത്തിൽ സ്റ്റെപ്പുകൾ കയറി റൂമിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.